ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയായ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുകയാണ്. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലായിരിക്കുന്നു. സ്വന്തം കടൽ പരിധിയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കം ലോക സമാധാനത്തിന് വിരുദ്ധമാണെന്ന ട്രംപിന്റെ വാദം എത്രത്തോളം യുക്തിസഹമാണ്? ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന മേഖലയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരു രാജ്യം തങ്ങളുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിനും ആ പാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇതിനെ നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ കാണാൻ കഴിയൂ. വർഷങ്ങളായി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഇറാനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണിത്. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിച്ചുവെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. എന്നാൽ കരാർ നിലവിൽ വന്നതിനു ശേഷം കേവലം 10 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയതെന്ന കണക്കുകൾ ഉയർത്തിക്കാട്ടുമ്പോൾ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രായേലിനെ ഉപയോഗിച്ച് മേഖലയിൽ അശാന്തി പടർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ നടപടികളെ ചോദ്യം ചെയ്യാൻ ധാർമ്മികമായ അവകാശമില്ല. ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ട്രംപിന്റെ വെല്ലുവിളികൾ നയതന്ത്ര പരിഹാരത്തിനല്ല, മറിച്ച് വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്കാണ് വഴിതെളിക്കുന്നത്. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന പാതയിൽ ടോൾ ഏർപ്പെടുത്തുന്നത് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം തകർക്കപ്പെട്ട തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. സമുദ്ര ട്രാക്കിംഗ് വിവരങ്ങൾ വക്രീകരിച്ചുകൊണ്ട് ഇറാൻ കപ്പലുകളെ തടയുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് ഇറാൻ നൽകുന്ന സേവനങ്ങൾക്ക് അർഹമായ പ്രതിഫലം ഈടാക്കുന്നത് നിയമവിരുദ്ധമല്ല. JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകൾക്കായി പാകിസ്ഥാനിൽ എത്തുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുന്നത് ചർച്ചകളുടെ അന്തരീക്ഷം തകർക്കും. ഇറാന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെയും അവരുടെ നയതന്ത്ര അവകാശങ്ങളെ മാനിക്കാതെയും മേഖലയിൽ ശാശ്വത സമാധാനം സാധ്യമാകില്ല. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ നിലകൊള്ളേണ്ട സമയമാണിത്. സമാധാനം ഉണ്ടാകേണ്ടത് ഭീഷണി കൊണ്ടല്ല, മറിച്ച് തുല്യമായ നീതിയിലൂടെ ആവണം.